അല്ല, കെ സി വേണുഗോപാലിനെ നല്ല രീതിയിൽ ചിത്രീകരിച്ചാൽ ദോഷമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് എന്താ കുഴപ്പം? ഒരു വ്യക്തിയെ നന്നായി പറയുന്നത് ഒരു തെറ്റായിട്ട് ആരും കാണരുത്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിനെ കുറിച്ച് നന്മ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിന്തുണയാണോ? 4-ാം തീയതി വൈകുന്നേരം 4 മണിയാകുമ്പോൾ ക്ലിയർ പിക്ചർ വരും. UDF ഭൂരിപക്ഷം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. അത് വാട്സപ്പ് നോക്കിയോ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയിട്ടോ അല്ല തീരുമാനിക്കുക. MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് വിളിക്കും. ഓരോ MLA-മാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. അതനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിക്കില്ല. ചില ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതി ശരിയല്ല. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ട സ്ഥാനത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ വാചകം ഏറ്റെടുക്കുന്നൊരു കോൺഗ്രസ്സുകാരനാണ്. ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ടീം UDF.